ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. I bless the holy name of God. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങൾ. The men of God ministering in this church and everyone who are gathered here, I bring you greetings. ഒരുമിച്ച് നിങ്ങളോടുകൂടെ കഴിഞ്ഞ 2 ദിവസങ്ങളായിരിക്കാൻ കർത്താവ് അവസരം നൽകിയതിൽ ഞാൻ സന്തോഷിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്ക് വിശേഷിച്ച കർത്താവിൻ്റെ ദാസന് നന്ദി അറിയിക്കുന്നു. I'm happy and thank the Lord for giving me opportunity to be together with you in the past 2 days, and I bring greetings to the church and the pastor who gave me the opportunity for that. ഈ വാത്സല്യ ദൈവസഭയെ, ഇവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങളെ, വിവിധ ഭാഷക്കാർക്കിടയിലുള്ള പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. And I pray that God will continue to bless your ministries among different language groups and continue to bless you. ഇനിയും അനേകരുടെ അടുക്കലേക്ക് സുവിശേഷവുമായി എത്തുവാൻ ദൈവം പ്രിയ സഭയെ ഒരുക്കട്ടെ. And I pray that this church will be able to go to many different nations with the word of God. കർത്താവ് തൻ്റെ വരവിനായി സഭയെ ഒരുക്കട്ടെ. And may our Lord prepare the church for his coming. അതാണല്ലോ നമ്മുടെ പ്രത്യാശ. That is our hope even. നാം അതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നതും. And that is what we have been learning in the past days. ദൈവം നമ്മുടെ മുൻപിൽ ഒരു പ്രത്യാശ വെച്ചിട്ടുണ്ട്. God has set a hope in front of us. നാം അതിനുവേണ്ടി ജീവിക്കുന്നവരാകണം. And we must live for that hope. അതിൽ എത്തുന്നതുവരെ നമുക്ക് വേണ്ട ശരീരവും മനസ്സും ഒക്കെ ആയിട്ടുള്ള സകലവും ദൈവം നൽകി തരും. And until we reach that hope, God will give us the health and the wisdom to reach that goal. അതുകൊണ്ട് നമ്മുടെ ഭൗമ ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം കഴിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. So that we have to focus on the presence of the Lord rather than being worried about our physical life. Let us put our complete focus on the hope to come. കർത്താവിൻ്റെ നാമം നമ്മളിലൂടെ വീണ്ടും മഹത്വമെടുക്കുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. Let us submit ourselves so that God's name will be glorified through our lives even more. നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. Let us turn our attention for the next few minutes to the word of God. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. The word of God is one of the greatest blessings that is given to us. ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് യേശുക്രിസ്തു. And the most precious gift that God has given to the world is his son Jesus Christ. എന്നാൽ ദൈവസഭയ്ക്ക് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നാണ് തിരുവെഴുത്തുകൾ. But to the church of God, one of the most important blessings that God has given is the word of God. ഈ ദൈവവചനത്തിൽ സന്തോഷിപ്പാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. May God give us grace so that we will find joy in the word of God. നമുക്ക് ആ തിരുവെഴുത്തുകളിലേക്ക് ശ്രദ്ധ തിരിക്കാം. Let us turn our attention to the word. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. I wanted to share a lot of things with you. എന്നാൽ ഇന്ന് വെളുപ്പിനെ ഞങ്ങളുടെ നാട്ടിലുള്ള സഭയുമായി ഞാൻ പങ്കുവച്ച ഒരു കൊച്ചു സന്ദേശത്തിൻ്റെ ചെറിയ ഭാഗം നിങ്ങളോട് പങ്കുവയ്ക്കാം. But I decided to share with you a part of a small message that I shared with my local church early this morning. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. Book of Luke chapter 24 verse 5. Luke 24 verse 5. While they were perplexed about this, behold, 2 men suddenly stood near them in dazzling clothing. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വാക്യമാണിത്. So this is a verse which is connected to the resurrection of our Lord Jesus Christ. ഇതുപോലെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്.
And on these kind of days, I remind people of one thing. നമ്മൾ വന്നിരിക്കുന്നത് ഒരു സെമിത്തേരിയിലാണ്. We are sitting in a cemetery. പക്ഷേ മരിച്ച ആരെയും അടക്കാൻ വന്നതല്ല. We are not here to bury any dead person. അതുപോലെ മരിച്ചുപോയവരെ കുറിച്ച് വിലപിക്കുവാനും വന്നതല്ല. And we are not here to cry about someone who is dead. പിന്നെന്തിനാ വന്നത് സെമിത്തേരിയിൽ? But why are you rather in a cemetery? ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിപ്പാൻ. Amen. But rather to celebrate a resurrection. Praise God. മനസ്സിലായോ? നാം ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുവാൻ വേണ്ടിയാണ്. Hallelujah. We are seated here in this sanctuary today in order to celebrate someone who is risen from the dead. നമ്മുടെ കർത്താവ് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Our Jesus is risen from the dead, from death. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ദിവസം ആദ്യത്തെ ഈസ്റ്റർ സൺഡേയിൽ നടന്ന ഒരു സംഭവമാണ് നാം വായിച്ചത്. So this is what we read today is a thing that happened on the ever first Easter Sunday. നമുക്ക് പശ്ചാത്തലം അറിയാം. And we know the background. അങ്ങനെ യേശുവിൻ്റെ ശവശരീരം അന്വേഷിച്ച് ചെന്ന സഹോദരിമാരോട് ദൂതന്മാർ പറഞ്ഞ വാക്കാണ് ഈ 5-ാമത്തെ വാക്യം. Verse 5 is a verse that the angels are speaking to the sisters who went and looking for the buried body of Jesus Christ. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നതെന്ത്? Why are you seeking the living among the dead? They asked. മത്തായി സുവിശേഷത്തിലേക്കും നാം പോകുന്നെങ്കിൽ അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അവൻ ഇവിടെ ഇല്ല. Matthew chapter 28 verse 6 describes that he is not here. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. As he said, he has risen. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ടോ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദൈവമാണെന്ന്? How many of you who are seated here believe that Jesus Christ is the risen Lord? യേശു ക്രിസ്തുവിനെ കുറിച്ച് എത്ര പ്രസംഗിച്ചാലും സ്തോത്രം അത് മതി വരുന്നതല്ല. No, even though we preach so much about Jesus Christ, we can never come to a conclusion or we can never end it. നമ്മുടെ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. Our Jesus is a person who died and resurrected from the dead, the risen from the dead. നമ്മുടെ യേശു മരിച്ച ദൈവമല്ല. Our Jesus is not a dead God. യേശു കേവലം ജീവിക്കുന്നവനുമല്ല. And Jesus is not merely a living God. കേവലം ജീവിക്കുന്നവനായിരുന്നെങ്കിൽ നമ്മെ പോലെ മരിക്കുമെന്ന ഒരു ഭയമുണ്ടായേനെ. Because if he is just a mere living person, he will always have the fear of death in him. പക്ഷേ അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. But he is dead and risen from the dead already. 2 തരത്തിലുള്ള ഉയർപ്പുണ്ട്. There are 2 different kinds of resurrection. മുമ്പേ പാട്ടുപാടിയ കുഞ്ഞുങ്ങൾ പറഞ്ഞ ലാസറിന്റെ ഉയർപ്പ് പോലെയുള്ള ഉയർപ്പുണ്ട്. There is a resurrection like Lazarus resurrection. അതിനെ വിളിക്കുന്നത് ദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പെന്നാണ്, റിസറക്ഷൻ ടു മോർട്ടാലിറ്റി. So that is called resurrection to mortality. എന്നാൽ മറ്റൊരു ഉയർപ്പുണ്ട്, അത് യേശുവിൻ്റെതുപോലെയുള്ള ഉയർപ്പാണ്. There is another resurrection as if Jesus was resurrected. അതാണ് അദ്രവത്വത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. That is the resurrection to immortality. സ്തോത്രം. ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നതും പ്രത്യാശിക്കുന്നതും ലാസറിൻ്റെതുപോലെയുള്ള ദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പല്ല. We are not hoping for a resurrection to mortality just like Lazarus. എന്നാൽ യേശുക്രിസ്തുവിൻ്റെതുപോലെ അദ്രവത്വത്തിലേക്കും അമർത്യതയിലേക്കും അക്ഷയതയിലേക്കുമുള്ള ഉയർപ്പാണ്. But we are rather hoping for a resurrection to immortality and imperishability. അതെ, നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Yes, sir, Jesus is risen and resurrected. ഈ ലോകത്തിൽ ധാരാളം അലക്സാണ്ടറിന്റെ ഉൾപ്പെടെ നെബൂഖദ്നേസറിന്റെ ഉൾപ്പെടെ കല്ലറകളുണ്ട്, അവ അടഞ്ഞു കിടക്കുന്നു. There are so many tombs today in the world, just like Alexander or Nebuchadnezzar or great people.
പക്ഷേ നമ്മുടെ കർത്താവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. But the tomb of Jesus Christ is still open. നമ്മുടെ യേശുവിന്റെ കല്ലറയുടെ രണ്ട് പ്രത്യേകതകളാണ്. അത് തുറന്നു കിടക്കുന്നെന്ന് മാത്രമല്ല, അത് കാലിയായി കിടക്കുന്നു. Not just it is an open tomb, it is an empty tomb. അതെ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Hallelujah. Yes, sir. Jesus is risen indeed. ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം. Now maybe you have heard this already, but I'll tell you something. ഞാൻ സമൂഹ മാധ്യമത്തിൽ നിന്ന് കേട്ടൊരു കാര്യമാണ്. And this is what I heard from my social media. ഇരുമ്പ്, അയൺ, ഏറ്റവും സ്ട്രോങ്സ്റ്റ്, ഏറ്റവും ബലമുള്ളതാണെന്നും പറഞ്ഞ ചിലർ അതിനെ ആരാധിക്കാൻ ചെന്നു. So like people went to worship iron because it's a strong metal. പക്ഷേ അയൺ പറഞ്ഞു, സോറി, ഞാൻ പാറയൊക്കെ തകർക്കുമെങ്കിലും തീ എന്നെ ഉരുക്കിക്കളയും. Then iron said, sorry, even though I am strong enough to break the rocks, when the fire comes, I will be melt. അപ്പോൾ നിന്നേക്കാൾ വലുതാണോ തീയ്? So people ask, so you're saying fire is more stronger than you? അതെ. Yes. തീരടുക്കൽ ചെന്നു, ഇരുമ്പിനെ പോലെ ഉരുക്കുന്ന നിന്നെ ഞങ്ങൾ വണങ്ങുന്നു. No, people went to fire and said, even you are strong to melt the strong metal iron, we bow down before you. തീ, അഗ്നി പറഞ്ഞു, സോറി, വെള്ളം എന്നെ കെടുത്തിക്കളയും. No, then this fire said, sorry, when the water comes, I will be quenched. അപ്പോൾ വെള്ളത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, തീ പോലും കെടുക്കുന്ന നീ ഭയങ്കരനാ, നമസ്കാരം. So these people went to the water and said, you are strong enough even to quench the fire, you are very strong. പക്ഷേ വെള്ളം പറഞ്ഞു, ഞാൻ തീയെ കെടുക്കുമെങ്കിലും സൂര്യന്റെ ചൂട് കൊണ്ട് ഞാൻ ബാഷ്പീകരിക്കപ്പെട്ടു. So water said, even though I can quench the fire, when the sun comes, I also get vaporized. അപ്പോൾ നിന്നേക്കാൾ വലിയ സൂര്യന്റെ അടുക്കൽ പോകാം. സൂര്യനെ നമസ്കരിച്ചു. So they decided that they will go to the sun, who is even stronger than the water. സൂര്യൻ പറഞ്ഞു, സോറി, എന്നെ മറയ്ക്കുന്ന മേഘങ്ങൾ എന്നേക്കാൾ വലുതാണ്. So the sun said, even the clouds which are hiding me, they are stronger than me. മേഘങ്ങളെ നമസ്കരിച്ചപ്പോൾ പറഞ്ഞു, സോറി, കാറ്റ് എന്നെ പറത്തിക്കൊണ്ടുപോകും. When they went to the clouds said, the winds can make me move. അപ്പോൾ മേഘത്തെക്കാൾ ശക്തിമത്താണ് കാറ്റ്. കാറ്റിനെ നമസ്കരിച്ചു. So they went to the winds in order to bow down before the wind. കാറ്റുകൾ പറഞ്ഞു, സോറി, ഞങ്ങൾ ഇതിനെയൊക്കെ പറത്തുമെങ്കിലും ദാ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ കണ്ടോ, അവ ഞങ്ങളെ തടഞ്ഞു നിർത്തും. So wind said, even though we can make the clouds fly, when the big mountains are there, they can even stop us. അപ്പോൾ ഇവർ ചെന്ന് പർവ്വതത്തെ നമസ്കരിച്ചു. അവർ പറഞ്ഞു, സോറി, കാറ്റിനെ തടഞ്ഞു നിർത്തുമെങ്കിലും ദാ താഴെ കുറെ മനുഷ്യരുണ്ട്, അവർ ഞങ്ങളെ ഇങ്ങനെ കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുക. So like the mountain said, even though we can stop the winds from moving, there are some human beings downstairs, they can dig the mountains into valleys. അപ്പോൾ നിങ്ങളൊക്കെ വലുതാ മനുഷ്യരല്ലേ, എന്നാ ചെന്ന് മനുഷ്യരോട് പറഞ്ഞു നമസ്കാരം. So they went searching for the people and said, you are very strong. മനുഷ്യരെ കൈകൂപ്പി പറഞ്ഞു, ഞങ്ങൾ പർവ്വതത്തെയൊക്കെ ഇടിച്ച് നിരപ്പാക്കും, പക്ഷെ ഒരു പുള്ളിയുണ്ട്, മരണമെന്ന പേര്, ആ പുള്ളി നിനയാത്ത നാഴികയിൽ വന്ന് ഞങ്ങളെ കൊണ്ടുപോയി. So these human beings said, even though we can make all the mountains come down and everything, when something called death comes, we have no choice but to go. അപ്പോൾ നിങ്ങളെക്കാൾ ശക്തനാണ് മരണം, അല്ലേ? So they said, so even death is even stronger than the people. അപ്പോൾ മരണമാണ് വലുതെന്നും പറഞ്ഞ് ഇവർ ചെന്ന് മരണത്തെ നമസ്കരിച്ചു. So they went to the death and said, you are very strong, we bow down to you. പക്ഷേ മരണം പറഞ്ഞു, ശരിയാ, ശക്തന്മാരായ രാജാക്കന്മാരെ ഉൾപ്പെടെ ഞാൻ വിഴുങ്ങിക്കളഞ്ഞു. പക്ഷേ പല്ല് കടിച്ചോണ്ട് പറഞ്ഞു, പക്ഷെ ഒരുത്തനുണ്ട് എനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്തവൻ. 3 ദിവസം ഞാൻ അവനെ വായിലിട്ടുകൊണ്ട് നടന്നു. എന്റെ കരങ്ങളിൽ ഒടുങ്ങാത്ത ഒരുത്തനുണ്ട്, അവനാണ് ഞങ്ങളെക്കാൾ വലുത്. Hallelujah. Thus said, it is true that we were able to kill all these strong people in the world, but there is one person that we could not defeat, that is Jesus Christ.
ആ യേശുവിനെയാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളും കുമ്പിട്ട് നമസ്കരിക്കുന്നത്. Amen, amen. It is that Jesus Christ that you and me are worshiping and bowing down today. ആദ്യത്തെ ക്രിസ്തീയ പ്രസംഗത്തിൽ പത്രോസ് ശ്ലീഹ അതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞു. And Apostle Peter repeatedly said that in his first sermon. അപ്പോസ്തല പ്രവൃത്തികൾ 2:23-24 Acts chapter 2 verses 23 and 24. അതിന്റെ 24 ഇങ്ങനെ വായിക്കുന്നു, അവനെ യേശുവിനെ പിടിച്ചു വയ്ക്കുന്നത് മരണത്തിന് അസാധ്യമായിരുന്നു. And it is what we read in verse 24, it was not possible that Jesus could be held. പ്രിയരെ ഓർക്കണേ, നമ്മുടെ കർത്താവായ യേശു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. No, dear beloved people, remember that our Jesus is risen from the dead. നമുക്ക് വിശ്വാസമുണ്ടോ? Do we believe? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. I feel like you don't believe that Jesus is risen from the dead. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തു. Jesus rise from the dead. Jesus is risen from the dead. അതിന് ഞാൻ എന്തോ വേണം? And what should I do? അതാണ് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. That is what I want to share with you. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തുവെങ്കിൽ എന്താണ് അതിന്റെ ഇമ്പാക്ട്? നാം എന്താണ് ചെയ്യേണ്ടത്? So the impact of Jesus' resurrection from the dead, what is our obligation? ഒന്നാമത്തെ കാര്യം, The first thing is, യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിത പ്രശ്നങ്ങളിനുമേൽ നമുക്കും ജയാളികളാകുവാൻ സാധ്യതയുണ്ട്. hallelujah, it is possible for you and me, just like Jesus was able to defeat the death, that we will be victorious in our day-to-day problems of our lives. നമ്മുടെ ജീവിതത്തിൽ നമ്മെ അടക്കിക്കളയുന്ന, നമ്മെ ഒടുക്കിക്കളയുന്ന പല പ്രശ്നങ്ങളും കാണും. No, there are many troubles in our lives that would hold us down and suppress us down. പക്ഷേ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ ആ പ്രശ്നങ്ങളെ കീഴ്പ്പെടുത്തി അതിന്മേൽ ജയാളികളാകുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യതയുണ്ട്. No, it is possible for you and me to defeat the problems that comes our way, just like Jesus defeated death. അതിനാണ് തിരുവഴുത്തിൽ ഒരു പ്രത്യേക പദമുണ്ട്. That is what the word specifically says in a particular word. മലയാളത്തിൽ സ്ഥിരത എന്നാ കാണുന്നത്, endurance or patience. In Malayalam we read the sthirada or endurance of patience. എന്താണ് ഈ അതിനെ മറ്റൊരു പദമുള്ളത്? സഹിഷ്ണുത എന്നാണ്. In another word is sahishnada. എന്താണ് ഈ സഹിഷ്ണുത അല്ലെങ്കിൽ സ്ഥിരത എന്ന് പറഞ്ഞാൽ? So what is this endurance or patience? അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ മുക്കിയും മൂളിയും ഞരങ്ങിയും പരാതി പറഞ്ഞും സഹിക്കുന്ന അവസ്ഥയല്ല. It is not that we somehow get through the problems in our lives complaining and murmuring and doing in a not good way. ഒരുപക്ഷെ നിങ്ങൾ മുംബൈയിലെ ലോക്കൽ ട്രെയിനുകൾ കണ്ടിട്ടുണ്ടായിരിക്കും, കയറിയിട്ടുള്ളവരും ചിലർ കാണും. No, maybe you have seen the local trains in Mumbai. Maybe some of you have experienced the local trains there. 25 സെക്കൻഡ് ആണ് ഒരു സ്റ്റേഷനിൽ നിർത്തുന്നത്. So it stops in a station for only 25 seconds. നൂറുകണക്കിന് ആൾക്കാർ കയറുകയും ഇറങ്ങുകയും വേണം. And hundreds of people have to get in or get out. രാവിലെയും വൈകിട്ടും കയറി പറ്റുക സാധ്യം അല്ല എന്ന് വേണമെങ്കിൽ പറയാം. So we could say that it is impossible in the morning hours to get in or get out of that train. ചിലപ്പോൾ പിടികിട്ടും, കാല് വെക്കാൻ സ്ഥലം കാണത്തില്ല. So you may get a hole somewhere, but there won't be any space for you to put your foot in. വാതിൽക്ക് നിൽക്കുന്നവർ ചിലപ്പോഴൊന്ന് താങ്ങും, ഒരു വിരൽ വല്ലവും അകത്തെവിടെയും വെച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കും അടുത്ത സ്റ്റേഷൻ വരെ. Someone who might be standing on the door might give you a little place for one of your toes to be just touching the train so that you can somehow hold on there. ഞങ്ങൾ ഹിന്ദിയിൽ പറയും മജ്ബൂരി മേ ടാങ് കെ പടേ രഹത്തെ ഹൈ, വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ട് തൂങ്ങിക്കിടക്കും. So in Hindi, like there is a saying like, because there is no other choice, that we somehow did that. അകത്ത് പോകാനൊക്കത്തില്ല, You cannot go in, കൈവിടാനും ഒക്കത്തില്ല, you cannot let go of your hand, വീണ് മരിച്ചു പോകും. because you would fall out of the train and die. അതുകൊണ്ട് വേദനയോടെ തൂങ്ങിക്കിടക്കുക, വേറെ ഗതിയില്ല.
So because no other choice, you somehow, like hold on to that one thing. ഇതല്ല സഹിഷ്ണുത. This is not patience. പിന്നെന്താ സഹിഷ്ണുത? But then what is rather patience or endurance? യേശു കാണിച്ചു തന്ന ആ മാതൃക. The example is Jesus Christ for patience. ആ പ്രശ്നങ്ങളുടെ നടുവിൽ നാം സന്തോഷത്തോടെ ആയിരിക്കുക. And if being happy even in the midst of those troubles. ആ പ്രശ്നങ്ങളെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുകയും മുൻപോട്ടുള്ള സമയത്ത് ആ പ്രശ്നത്തെ കാൽ കീഴാക്കി അതിന്മേൽ ജയാളികളായി പുറത്തു വരികയും ചെയ്യുക. Facing those troubles with the joy in our heart and in the coming days conquering it victoriously is what the example Jesus showed us. അതാണ് യേശുവിന്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന ആദ്യ പാഠം. That is the first lesson that we get through the resurrection of Jesus Christ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മെ കീഴ്പ്പെടുത്തുന്ന പ്രശ്നങ്ങളുടെ മേൽ എനിക്കും നിങ്ങൾക്കും ജയം ആഘോഷിക്കുവാൻ സാധ്യതയുണ്ട്. Now there is a possibility that we could enjoy victory in our problems just like Jesus overcame death. രണ്ടാമത്തെ വിഷയം, the second obligation or the point is, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തന്നെ ദൈവമായി നാം അംഗീകരിക്കുക. Because Jesus is risen from the dead, we have to accept the resurrected Jesus Christ as our Lord. നാം കണ്ടു കഴിഞ്ഞുവല്ലോ, മരണം മറ്റുള്ള സകലരെയും കീഴ്പ്പെടുത്തി. And we already saw that death defeated a lot of men, everyone else. ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നവരും പൂജ്യന്മാരുമായവരും മരണത്തിന് കീഴ്പ്പെട്ടു. Even those who call themselves as gods and even the most respected personalities, they were defeated by death. മരണത്തിന്റെ മുമ്പിൽ തോൽക്കാത്ത ആരുമില്ല. There is no one who were victorious when it came to death. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എല്ലാം കീഴ്പ്പെടുത്തുന്ന മരണത്തെയും പരാജയപ്പെടുത്തിയ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ മാത്രമാണ് ദൈവം എന്ന പദത്തിനും പദവിക്കും യോഗ്യൻ. But when we say that Jesus defeated death, he is only one, Jesus Christ, who is the worthy to be called God. ഹിന്ദിയിൽ ഞങ്ങൾ ദൈവത്തെ വിളിക്കുന്നത് പരമേശ്വർ എന്ന. In Hindi, God is called Parameshwar. അതിനെ ഒന്ന് പിരിച്ചെഴുതിയാൽ പരം ഈശ്വർ എന്ന് പറയാം. And if we divide that word, it is Param plus Ishwar. പരം എന്ന് പറഞ്ഞാൽ ദി അൾട്ടിമേറ്റ്, ഏറ്റവും വലുത്. The first word means the ultimate or the highest level. അങ്ങനെയാണെങ്കിൽ പരമേശ്വർ, മലയാളത്തിൽ പരമേശ്വരൻ എന്നുണ്ടല്ലോ, അത് തന്നെ. ആ പരമേശ്വർ എന്ന് പറഞ്ഞാൽ, ദൈവം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, ഒന്നിനും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്തത്, അൺഡിഫീറ്റഡ്, അജയ്യൻ എന്നാണ് അർത്ഥം. So the word Parameshwar means, or God means that the ultimate one, or the someone who cannot be defeated by anything else. അങ്ങനെ അജയ്യനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശു മാത്രം. And it is only Jesus Christ who is undefeated, which is who even conquered death. മനസ്സിലാവുന്നുണ്ടോ? Amen. I hope you are following. നിങ്ങളുടെ യേശു ഉയർത്തെഴുന്നേറ്റ യേശു ആണോ? Is your Jesus Christ a risen one, a resurrected one? എനിക്ക് തോന്നുന്നില്ല. It doesn't feel like it. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊക്കെ സന്തോഷിച്ചേനെ. If I preach that God is going to bless you, you will all be happy. എന്നാൽ എനിക്ക് വളരെ ആനന്ദമുള്ളത് എൻ്റെ യേശു മരണത്തെ ജയിച്ചു എന്നുള്ളതാണ്. But what gives me the immense pleasure is when I preach that my Jesus is undefeated, he conquered even death. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിൻ്റെ കാൽ കീഴായ ചില ശക്തികളുണ്ട്. When Jesus was resurrected, there were some powers which were under his feet. ഒന്നാമത് സ്തോത്രം, യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ താൻ പരാജയപ്പെടുത്തിയത് മരണമെന്ന പ്രാകൃതിക ശക്തിയാണ്, നാച്ചുറൽ പവർ.
So number one, it was death which was defeated when Jesus resurrected from the dead, and death is a natural power. രണ്ടാമത് യേശു ഉയർത്തപ്പോൾ പരാജയപ്പെടുത്തിയത് ദ്രവത്വം എന്ന പ്രാകൃതിക ശക്തിയെയാണ്. Number two, mortality was defeated when Jesus resurrected from the dead. അതെ, യേശു ദ്രവത്വം കണ്ടില്ല. And Jesus did not see mortality. അതുകൊണ്ട് മരിച്ചവരെ മുഴുവനും മണിക്കൂറുകൾക്കകം അഴുക്കിക്കളയുന്ന ഡീകേ, മോർട്ടാലിറ്റി, ദ്രവത്വം യേശുവിനെ ബാധിച്ചില്ല. So the what we call decay, or what makes people mortal after few hours of death, that could not affect Jesus. മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾക്കറിയാം, ഒരുവൻ മരിച്ചാൽ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ അഴുകി ഉരുകി തുടങ്ങും. And those in medical field, that even including the internal organs, it will start decaying after few hours once a person is dead. എന്നാൽ എൻ്റെ യേശു മരിച്ചിട്ട് അവനെ ദ്രവത്വം കാണാൻ സമ്മതിക്കാതെ 16-ാം സങ്കീർത്തനം പറയുന്നത് പോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. But even though Jesus was dead, his body did not see mortality, as Psalmist in 16 says, he was risen. യേശു ഉയർത്തപ്പോൾ താൻ തോൽപ്പിച്ച മൂന്നാമത്തെ പ്രാകൃത ശക്തിയാണ് ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണത്തെ. The third natural power which was defeated due to resurrection of Jesus is gravity, which is a natural power. അതും യേശുവിനെ പിടിച്ചടക്കുന്നതിൽ പരാജയപ്പെട്ടു. And this gravity defeated from holding Jesus down. നാലാമത് യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവ് പരാജയപ്പെടുത്തിയ ശക്തിയാണ് മിലിറ്ററി പവർ, പട്ടാള സൈന്യശക്തി. Number 4, the military power was defeated in the resurrection of Jesus. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടയാൻ വേണ്ടി കാവൽ കാത്തിരുന്ന ലോകത്തെ ഏറ്റവും ശക്തരായ റോമൻ പടയാളികൾ നിഷ്പ്രഭരാക്കത്തക്കതുപോലെ യേശു ഉയർത്തെഴുന്നേറ്റു. Jesus resurrected, defeating the most strongest power in that world at that time, the soldiers of the Roman Empire. 5, യേശുവിന്റെ ഉയർപ്പിനെ തടയാൻ കിണഞ്ഞു പരിശ്രമിച്ച റിലീജിയസ് പവർ, യഹൂദ മതത്തിന്റെ ശക്തിയെ ഏതുമല്ലാത്തതാക്കി യേശു ഉയർത്തെഴുന്നേറ്റു. Number 5, the religious power of the Jewish religion was defeated, who were trying to keep Jesus down. 6, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവ് പരാജയപ്പെടുത്തിയ ശക്തിയായിരുന്നു the imperial power of Roman government, രാഷ്ട്രീയ ശക്തി. And it is the imperial power of the Roman government which was defeated through the resurrection of Jesus Christ. പണ്ടൊക്കെ ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ ഞങ്ങളുടെ ചർച്ചിലെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച കർത്താവ് എന്നൊക്കെ. അന്ന് ഒന്നും പിടികിട്ടത്തില്ലായിരുന്നു. So like I used to hear my grandmothers in my old church, they were not educated, but when they pray, they would pray that the power which has defeated the imperial power of the Roman government. At that time I did not understand what did they mean. നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ ഇമ്പീരിയൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. റോമൻ ഗവൺമെന്റിന്റെ മുദ്ര കല്ലറയുടെ വാതിൽക്കൽ പതിച്ചിരുന്നു. ആരും ഈ മുദ്ര പൊട്ടിക്കരുതെന്ന്. അന്നത്തെ എംപയർ, സാമ്രാജ്യ ശക്തിയായ റോമ സർക്കാരിൻ്റെ ആ ശക്തിയെയും ഭേദിച്ചുകൊണ്ടാണ് തച്ചന്റെ ചെറുക്കനെന്ന ആൾക്കാർ വിളിച്ച എൻ്റെ ഗുരുവും കർത്താവുമായ നസറായനായ യേശു ഉയർത്തെഴുന്നേറ്റത്. So now we know what is this imperial power, that the Roman government had their emblem in the tomb, saying that no one should take this seal off, but it is breaking that seal, the imperial signal of the Roman government, that Jesus, who is just called the son of a carpenter, that when he defeated death, he came out of that grave, breaking that seal. യേശു ഉയർത്തപ്പോൾ പരാജിതമായി മാറ്റപ്പെട്ട മറ്റൊരു ശക്തിയാണ് സാത്താന്യ ശക്തി. It is the power of Satan that was defeated when Jesus was resurrected from the dead.
യേശു ഈ പറയപ്പെട്ട ശക്തികളെ മുഴുവനും പരാജയപ്പെടുത്തി അജയ്യതയോടെ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ എനിക്കൊരു ബോധ്യമുണ്ട്, ദൈവമെന്ന് വിളിക്കപ്പെട്ട് ആരാധിക്കുവാൻ യോഗ്യനായിട്ടുണ്ടെങ്കിൽ മരണത്തെ ജയിച്ച എൻ്റെ യേശു മാത്രമാണ്. Hallelujah. I have no clear understanding that if there is anyone who can be called God and worshipped, it is Jesus Christ. രണ്ട് പാഠങ്ങൾ നാം ഇതിൽ നിന്ന് കണ്ടു. Now we learned 2 lessons from this. മൂന്നാമത്, Number 3, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഗ്യാരണ്ടിയാണ്, ഉറപ്പ് നൽകുന്നു. it is a guarantee of our resurrection that is given by the resurrection of Jesus Christ. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ഈ പുസ്തകം ഉറപ്പു തരുന്നു, ഞാനും മരിച്ചാലും ജീവിക്കും. Now if Jesus was resurrected from the dead, this book gives me a guarantee that I will also be resurrected. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന് തെളിവ്, നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന് ഗ്യാരണ്ടി 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. Now in 1 Corinthians chapter 15, Paul tells us that the guarantee of our resurrection is the resurrection of Jesus Christ. നാം വിശ്വസിക്കുന്നുണ്ടോ ഉയർത്തെഴുന്നേൽക്കുമെന്ന്? Do we believe that we will be resurrected? ഞാൻ നിങ്ങളോട് പൈസ ചോദിക്കുമല്ല, മിണ്ടാതിരിക്കുന്നേ. സ്തോത്രം. വേറെ ഒരു പ്രോജക്റ്റുമായിട്ടും അല്ല ഞാൻ വന്നേക്കുന്നത്, ഈ ഒറ്റ പ്രോജക്റ്റേ ഉള്ളൂ എനിക്ക്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയാൻ മടിക്കണ്ട. Hallelujah. Praise God. വിശ്വസിക്കുന്നുവോ എനിക്കും നിങ്ങൾക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന്? Amen. Hallelujah. സ്തോത്രം. ഉയർപ്പ് മാത്രമല്ല, മരിച്ചില്ലെങ്കിൽ രൂപാന്തരവുമുണ്ടെന്ന് തിരുവെഴുത്ത് പറയുന്നു. Amen. Not just that we will be resurrected. If you are alive when Christ comes, your bodies will be transformed, the Bible tells us. ഈ ശരീരം എത്ര ക്ഷയം ബാധിച്ച് മണ്ണിൽ അടക്കപ്പെട്ടാലും തിരുവെഴുത്ത് പറയുന്നു അത് അക്ഷയമായി ഉയർക്കും. Oh, the Bible says that doesn't matter how decayed our bodies become, and if we are even if we are buried in the earth, Bible gives us guarantees that it will rise up immortal. ആ ഉയർപ്പെഴുന്നേൽപ്പിന്റെ ആ ശരീരത്തിന്റെ 10ഓളം പ്രത്യേകതകൾ 1 കൊരിന്ത്യർ 10-ലുണ്ട്. And 1 Corinthians chapter 10 we can see at least 10 of the qualities of that immortal body. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരിക, വേണമെങ്കിൽ പഠിച്ചു. So if you want to learn, please go home and read it as a homework. എന്നാൽ എന്താണ് അതിന്റെ ഉറപ്പ്? But what is the guarantee of that? ഞാൻ കർത്താവെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന എൻ്റെ യേശു മരിച്ചവരിൽ നിന്നും ആദ്യ ഫലമായി അക്ഷയതയോടെ ഉയർത്തെഴുന്നേറ്റു. It is Jesus Christ, whom we worship as my Lord. He was resurrected from death as the firstborn. യേശു ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ ഉയർപ്പിന് ഉറപ്പാണ്. So the resurrection of Jesus Christ is the guarantee of our resurrection. അടുത്തത് 4-ാമത്തെ പാഠം, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മറ്റൊരു ഗ്യാരണ്ടി കൂടെ തരുന്നുണ്ട്. And the 4th lesson is that another guarantee that is given to us from the resurrection of Christ. അതത്ര സന്തോഷകരമല്ല, പക്ഷേ That is not that happy thing. അതത്ര സുഖകരമല്ല. It is not that comfortable thing. എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? Do you know what it is? യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരുവാനുള്ള ന്യായവിധിയുടെ ഉറപ്പാണ്. So it is the assurance of the judgment to come. ഇതുവരെ പറഞ്ഞതൊക്കെ നമുക്ക് സുഖം തരുന്നതായിരുന്നു. So what we said so far is something that we are looking forward to. എന്നിട്ടും നമുക്ക് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. Even with those things you were not happy. അപ്പൊ പിന്നെ ഈ വിഷയത്തിൽ ഒട്ടും തോന്നത്തില്ലെന്ന് എനിക്കറിയാം. So I know that you will not be happy at all with the judgment to come. അതിന് തെളിവ് തരാതെ പോകാനൊക്കത്തില്ലല്ലോ. But I still have to tell you with evidence. സമയം ലാഭിക്കാനാ മുമ്പ് പറഞ്ഞതിനൊന്നും തെളിവ് തരാതിരുന്നത്. I didn't give you evidence, for the other things in order to save time. ഇതിനു വേണ്ടി ഒരു തെളിവ് തന്നേക്കാം. But I'll tell you what is evidence of the judgment. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാമത്തെ വാക്യം. Acts chapter 17 verse 31. Acts 17:31. Because he has set a day Yeah. when to judge the world in righteousness by the man he has appointed. He has provided proof of this Yeah. by raising him from the dead.
താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. എന്തിന്റെ ഉറപ്പ്? So the assurance of what? Confirmation of what? Praise God. Amen. There are some divine appointments. ദൈവികമായിട്ടുള്ള ചില അപ്പോയിന്റ്മെന്റുകളുണ്ട്. One of them is judgment. അതിൽ ഒന്നെന്ന് പറയുന്നത് ദൈവിക ന്യായവിധിയാണ്. God has appointed a judgment. ദൈവം ഒരു ന്യായവിധി നിയമിച്ചിരിക്കുന്നു. God has appointed a day for judgment. ദൈവം ന്യായവിധിക്കായി ഒരു ദിവസം നിയമിച്ചിരിക്കുന്നു. God has appointed a judge for judgment. ദൈവം ഒരു ന്യായാധിപനെ ന്യായവിധിക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. That is Jesus Christ. അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവത്രേ. What is the proof of that appointment? അതിന്റെ തെളിവെന്താണ്? The judge has been raised from the dead. ഹല്ലേലൂയ. ന്യായകർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് അതിന്റെ തെളിവ്. When I believe that my Lord Jesus has risen, I know there is a judgment. Amen. And the judge has been raised to death. ഹല്ലേലൂയ. എനിക്കൊരു ന്യായവിധി ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ അതിന്റെ ഉറപ്പിതാണ്, ആ ന്യായകർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Because the Bible says both the living and the dead should be judged. ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ന്യായവിധിയിലൂടെ കടന്നു പോകണം. And therefore to judge both, the judge should be the one who has tasted life and also death. മരിച്ചവരെയും ജീവിക്കുന്നവരെയും ന്യായം വിധിക്കുവാനായിട്ട് ന്യായകർത്താവ് മരിച്ചവനുമായിരിക്കണം, എന്നാൽ ജീവിച്ചിരിക്കുന്നവനുമായിരിക്കണം. നമ്മൾ എത്ര പേർ ഒരു ന്യായവിധി മുൻപിലുണ്ടെന്ന ബോധ്യത്തോടെ ചുവടുകൾ വയ്ക്കാറുണ്ട്? How many of us take our steps with the clear vision that there is a judgment day before me? ഓരോ നിമിഷവും ഈ യാഥാർത്ഥ്യം ഓർത്തുകൊണ്ടേ ചുവടുകൾ വയ്ക്കാവൂ. Each and every moment of our lives we have to understand this clear truth. ഓരോ ശ്വാസവും ന്യായവിധിക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരിക്കണം. Even as we take each breath, it must be a preparation for the judgment to come. മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപൻ. A God who judges without impartiality. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുന്ന ന്യായാധിപൻ. A God who judges the living and the dead. ആ സിംഹാസനത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് വലിയ വെള്ള സിംഹാസനമെന്നാണ്. And about that judgment throne, the Bible tells us that the great white throne judgment. No vakil, no appeal. No attorney and no appeal. ആ ന്യായവിധിക്ക് ശേഷം സ്തോത്രം ഒരു ഹയർ കോർട്ടിലേക്ക് പോയി അപ്പീൽ കൊടുക്കാൻ പറ്റില്ല. There is no chance for a person to go to a higher court to appeal something which was judged by this great white throne judgment. അവിടെ വേറെ ഒരു വക്കീലിനെ വെച്ച് വാദിക്കാനും പറ്റില്ല. And you cannot bring your own attorney or lawyer in order to appeal for you. അവരവരെ തന്നെ അവരുടെ കേസ് വാദിക്കണം. No, each one has to defend ourselves. സ്തോത്രം. അവിടെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. No, you cannot escape lying there. ഫുൾ വീഡിയോഗ്രാഫി ഉണ്ട് അവിടെ. No, all videography is available there. നാം എന്തെങ്കിലും നിഷേധിച്ചാൽ ഇരുട്ടത്തിരിക്കുന്നത് പോലും വെളിച്ചത്ത് കൊണ്ടുവന്ന് അതിനെ ന്യായം വിധിക്കുന്ന ന്യായാധിപനാണ് യേശു. Even if we want to say no to something or deny something, Jesus will bring something as if it is in light, whatever is done in darkness. ലോകത്തിലെ ഏത് കോടതിയെയും നമുക്ക് വേണമെങ്കിൽ കബളിപ്പിക്കാം. You can fool any court in this world. പക്ഷേ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, സ്തോത്രം, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ന്യായവിധിയുടെ സമയം അവൻ ഇരുട്ടത്തിരിക്കുന്നത് വെളിച്ചത്താക്കും. In 1 Corinthians chapter 4 verse 3 we read that he will bring into light what is in darkness. അതുപോലെ നമ്മുടെ മനസ്സിന്റെ ഹൃദയത്തിന്റെ അഭിപ്രായങ്ങളെയും അവൻ വെളിപ്പെടുത്തും. And also the intentions of our hearts will be also revealed. മനസ്സിലാവുന്നുണ്ടോ? Amen.
ഈ രണ്ട് കാര്യങ്ങളും കൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് ന്യായം വിധിക്കുന്ന ന്യായാധിപനാണ് നമ്മുടെ കർത്താവ്. And our great judge is the one who would reveal these two things, even what is in our heart when he judges. ഇരുട്ടത്തിരിക്കുന്നത് വെളിച്ചത്താക്കുന്നവൻ. No, he brings out what is in darkness. നമ്മുടെ ഹൃദയത്തിന്റെ അഭിപ്രായങ്ങളെയും വെളിപ്പെടുത്തുന്നവൻ. And the one who reveals even the opinions of our hearts. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. So let me tell you one thing. സ്തോത്രം. നമുക്ക് നമ്മുടെ ചിന്തകളെ വിശുദ്ധമായി സൂക്ഷിക്കണം. We have to keep our thoughts holy. രണ്ട്, നമ്മുടെ ഇമോഷൻസ്, വികാരങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കണം. We have to keep our emotions holy. ഇമാജിനേഷൻ, സങ്കല്പങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കണം. We have to keep our imaginations holy. നമ്മുടെ വിൽ, ഇച്ഛകളെ വിശുദ്ധമായി സൂക്ഷിക്കണം. We have to keep our wills holy. നമ്മുടെ മെമ്മറി, ഓർമ്മകളെ വിശുദ്ധമായി സൂക്ഷിക്കണം. We have to keep our memories holy. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? Amen. സ്തോത്രം. നമ്മൾ ഇതിൽ ഏതിനാ പ്രാധാന്യം കൊടുക്കാറുള്ളത്? So which one of this we usually give importance to? ആരും അറിയാത്ത ചിന്തകൾക്കാണോ വല്ലവരും കേൾക്കുന്ന വാക്കുകൾക്കാണോ? Do we pay attention to keep holy our thoughts or just our words? നാം പ്രവർത്തികൾക്കാണോ ചിന്തകൾക്കാണോ പ്രാധാന്യം നൽകുന്നത്? Do we give importance to the acts or to the thoughts? സ്തോത്രം. പ്രവർത്തികളെക്കാൾ ദൈവം നോക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. It is our thoughts that God looks at rather than our words. ഞാൻ മുമ്പേ പറഞ്ഞ 5 കാര്യങ്ങൾ മനുഷ്യരാരും അറിയാത്തതാ. So the 5 things that I said, no one else knows. ചിന്തകൾ, വികാരങ്ങൾ, നമ്മുടെ ഇച്ഛകൾ, ഓർമ്മകൾ, അതുപോലെ സങ്കല്പങ്ങൾ. Thoughts, memories, imaginations, wills and emotions. സ്തോത്രം. ഈ 5 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ടോ? Do we pay attention to those 5 things to keep them holy? ഈ മേശയിലേക്ക് അടുത്ത് വരുമ്പോൾ ഈ 5 കാര്യങ്ങളിലെയും കൂടെ വിശുദ്ധിയെ ഓർത്തിട്ടേ കൈ നീട്ടാവൂ കേട്ടോ. So when we come closer to the table, let us think about, Lord, am I holy on those 5 things that no one else can see? യേശു ഉയർത്തെഴുന്നേറ്റു എന്നതുകൊണ്ട് സ്തോത്രം നമുക്ക് ലഭിക്കുന്ന ഉറപ്പാണ് ന്യായവിധിയുടെ ഉറപ്പ്. So because of the resurrection of Christ, we are given assurance of our judgment day. ലോകത്തിലെ കോടതികളിൽ നിന്ന് മരണം കൊണ്ട് രക്ഷപ്പെടാം. No, we can escape the courts of this world by death. പക്ഷേ മരിച്ചവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടു നിർത്തി ന്യായം വിധിക്കുന്ന ന്യായാധിപനാണ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. But then we still have to face a judgment throne where even the dead will be resurrected in order to be judged. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം. I will conclude with one more thing. യേശു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ നമുക്കുള്ള ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. If Jesus is risen from the dead, we have one great obligation to do. എന്താണത്? What is it? യേശുവിന്റെ ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷ്യം പറയുക. No, you have to be witness of that empty tomb of Jesus Christ. സ്തോത്രം. അതിന് നമ്മൾ സാധാരണ പറയുന്ന പദമാണ് ഇവാഞ്ചലിസം. No, we call it commonly as evangelism അല്ലെങ്കിൽ സുവിശേഷീകരണം. നമ്മൾ വിശ്വസിക്കുന്നു യേശു ഉയർത്തെഴുന്നേറ്റെന്ന്. Do we believe that Jesus is risen? Yes. Amen. യേശു ന്യായം വിധിക്കുമെന്ന് വിശ്വസിക്കുന്നു. Do you believe that Jesus is coming to judge us? Yes. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവൻ മാത്രമാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നു. Do you believe that Jesus is the only God because he is the one resurrected from the dead? യേശു ഉയർത്തത് കൊണ്ട് അവൻ മാത്രമാണ് രക്ഷകൻ എന്ന് വിശ്വസിക്കുന്നു. Do you believe that he is the only savior because he is resurrected? എങ്കിൽ അവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, ഒരു If you believe these things, there is a responsibility in us. പോയി അവന്റെ ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷ്യം പറയുക. You have to go and be witness of this empty tomb. ഇവിടെയുമാകാം മറ്റേത് രാജ്യത്തുമാകാം. You could preach it here in America or you could go to any nation of the world. ആ സാക്ഷീകരണത്താൽ പക്ഷേ നമുക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നേക്കാം, എന്നാലും പിന്മാറരുത്. Maybe you have to become a martyr because you are a witness of this. Still you cannot go back. മനസ്സിലാവുന്നുണ്ടോ? Are you following me?
ഇന്ന് രാവിലെ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ചിന്ത നിങ്ങളോട് പറയാം. Now let me tell you one thought that came to my mind this morning. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. And we prayed for our children the other day, the last days. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. And you have been praying. ഇനിയും പ്രാർത്ഥിച്ചോണം. You have to continue to pray. സ്തോത്രം. എന്നാൽ ഒരു ചോദ്യം. But one question. നമ്മിൽ എത്ര പേർ കർത്താവിനോട് പറയാറുണ്ട്, കർത്താവേ, എൻ്റെ മക്കള് നല്ല പിള്ളേരായി ജീവിച്ചാൽ മാത്രം പോരാ, കർത്താവേ, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രം പോരാ, പക്ഷേ അവരെ അങ്ങയുടെ വേലക്കാരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? How many parents, would pray along with praying for the physical blessings of our children, that how many of you will pray that, Lord, make them your servants, Lord? ഓർക്കുക, there is a missionary going, a missionary sending, missionary praying and missionary giving. സുവിശേഷീകരണവും ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഈ 4 കാര്യങ്ങൾ ചെയ്യാം. 4 കാര്യങ്ങൾ ഓർക്കണം. ഒരു പോകുന്ന മിഷണറി ഉണ്ട്, അയക്കുന്ന മിഷണറി ഉണ്ട്, പ്രാർത്ഥിക്കുന്ന മിഷണറി ഉണ്ട്, 4മതായിട്ട് ഗിവിംഗ്, കൊടുക്കുന്ന ഒരു മിഷണറി ഉണ്ട്. which is most simplest way of these 4? ഇതിനകത്ത് 4നകത്ത് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണ്? Pardon? Giving is so easy. കൊടുക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. Giving is the easiest to do out of these. Rather, God has given us surplus, and therefore it's not at all paining us when we give. നമുക്ക് ദൈവം ധാരാളമായിട്ട് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് എടുത്ത് കൊടുക്കുന്നതിനകത്ത് വലിയ വേദന ഉളവാക്കുന്ന കാര്യമല്ല അത്. But how many parents are sincerely making some hearty prayers? Oh God, I want to see my daughter, my son, a missionary going to a barren land where there was no gospel ever reached. ഹല്ലേലൂയ. നമ്മൾ എത്ര മാതാപിതാക്കള് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, ശൂന്യമായി കിടക്കുന്ന ദൈവവചനം എത്തിയിട്ടില്ലാത്ത ഒരു നാട്ടിലേക്ക് എൻ്റെ മകനെ, എൻ്റെ മകളെ അയക്കണമേ എന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ടോ? I used to pray to the Lord, God, I'm delighted to pray and send both of the children to such a place where sometimes they may be martyred for your sake, but still I will be happy knowing that they may not return back to me, but I'm ready to send them to such places. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, എനിക്ക് തന്ന 2 കുഞ്ഞുങ്ങളെയും അപ്രകാരമുള്ള ഒരു മിഷണറിമാരില്ലാത്ത, ദൈവവചനം കേട്ടിട്ടില്ലാത്ത ഒരു നാട്ടിലേക്ക് അയച്ചിട്ട് അവർ എൻ്റെ അടുക്കൽ മടങ്ങി വരാതെ കർത്താവിൻ്റെ അടുക്കലേക്ക് നേരെ വീരമൃത്യു വരിച്ച് ചെന്നു പോയാലും എനിക്ക് സന്തോഷവാനാണെന്ന് ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. Sincere prayer is what I make. അപ്രകാരം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള ആഴമായ പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. Children, youngsters, if you believe that your Lord Jesus is risen, you have a responsibility to go out to the people and preach to them that my Lord is risen and he reigns and he is coming back to judge the world. ഹല്ലേലൂയ. യൗവനക്കാരായ കുഞ്ഞുങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്, കടമയുണ്ട്. ആ സത്യം, കർത്താവിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന കല്ലറയെ കുറിച്ചുള്ള സുവിശേഷം സാക്ഷ്യം മറ്റുള്ളവരോട് പറയുവാനും അവൻ ന്യായകർത്തായി വരുന്നു എന്നുള്ള സാക്ഷ്യം മറ്റുള്ളവരോട് പറയുവാനുമുള്ള കടമ. ഇതുവരെ അങ്ങനെ പ്രാർത്ഥിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ വെറും സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കാതെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തുടങ്ങും. Hallelujah. If there are any parents who have never prayed that their children should become missionaries to someone who has never heard gospel, start praying that sincere prayer today. സഭയെ നിങ്ങളൊരു മിഷണറി സഭയായി തീരട്ടെ. No, let this church be a missionary church. പണം കൊടുത്ത് സഹായിക്കുന്ന സഭ മാത്രമല്ല, അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് യു. പകരം മിഷണറീസിനെ അയക്കുന്ന സഭയാകട്ടെ നിങ്ങൾ. Not just a church who is giving out money to the mission works, continue to do that is needed, but you should become a church who are sending out missionaries. Not even a hiring church,
but a sending church. ഒരു ഹയറിംഗ് ചർച്ച് മാത്രമായിട്ടല്ല, എന്നാൽ അയക്കുന്ന ഒരു സഭയായിട്ട്. അതിനായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. Hallelujah, I encourage you for that. ദൂതന്മാരുടെ വാക്കുകൾ ഞാൻ ആവർത്തിച്ച് നിർത്തുകയാണ്. No, let me repeat the words of the angels as I conclude. യേശു കല്ലറയിൽ ഇല്ല. Jesus is not here in this tomb. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. He is risen. അവൻ നമുക്ക് മുമ്പായി സ്വർഗ്ഗത്തിലേക്ക് പോയി. He is ascended to heaven before us. അവൻ നമ്മെയും അവിടേക്ക് കൊണ്ടുപോകുവാൻ വേഗം വരും. He is coming back soon in order to take us there. നമുക്കൊരുങ്ങാം. Let us be prepared. മാറാനാഥ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Hallelujah. May God bless you with these words. Amen. Thank you, sister. Hallelujah. Praise the Lord.